വളപ്പ് നിത്യസഹായ മാതാ പള്ളി ഇടവകാംഗമാണ്. 2023 ഓഗസ്റ്റ് 28 തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന കാര്യം വീട്ടിൽ പറയുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി എതിർപ്പുകളായിരുന്നു. ഹസ്ബൻഡ് ഒരു മര്യവിശ്വാസിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോൾ എതിർപ്പ് വകവയ്ക്കാതെ വരുവാനുള്ള ധൈര്യവും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അന്ന് മുതൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്കൊരു സുഹൃത്ത് വഴി ലഭിച്ചിരുന്നു. ഞാനത് നിരന്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇടപെടാതെ പ്രാർത്ഥിച്ചു. എനിക്കിവിടെ ഒരു എതിർപ്പും കൂടാതെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മാസം തികയണതിന് മുൻപ് തന്നെ എനിക്ക് എല്ലാ രീതിയിലുമുള്ള സമ്മതം എനിക്ക് ലഭിച്ചു. ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ മകൾ, അവൾക്ക് വയറുവേദനയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ കിഡ്നി സ്റ്റോൺ ആണോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു. അങ്ങനെ ഇതിന് മുന്നേ വയറുവേദന വന്നപ്പോൾ ചെയ്തിരുന്ന 1-2 സ്കാനുകൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഫോളോ അപ്പ് ഒന്നും നടത്തിയില്ലെന്ന് ചോദിച്ചു. എനിക്ക് അതൊന്നും മനസ്സിലായില്ല. അപ്പം മോളോടൊന്ന് പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഡോക്ടർ എന്നോട് മാത്രമായിട്ട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, അന്ന് ചെയ്ത സ്കാനിങ് റിപ്പോർട്ടിൽ യൂട്രസ് ഈസ് നോട്ട് വിഷ്വലൈസ്ഡ്, അതായത് കുട്ടിക്ക് യൂട്രസ് കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി. ഡോക്ടർ വേഗം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരിയില്ല, അത് വളരെ ചെറിയ പ്രായത്തിൽ നടത്തിയൊരു സ്കാനിങ് അല്ലേ, അപ്പോൾ നമുക്കിപ്പോൾ ഒന്നുകൂടി ചെയ്തു നോക്കാം, കുട്ടി കുറച്ചുകൂടി മെച്ചുവേർഡ് ആയല്ലോ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പം മുതൽ കാശ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പങ്ങളും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും മോളെ സ്കാനിങ്ങിനായിട്ട് കയറ്റി. റിസൾട്ട് വന്നു, പക്ഷേ പ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല. ആ റിസൾട്ടിലും അങ്ങനെ തന്നെയാണ് കാണിച്ചത്, യൂട്രസ് ഈസ് നോട്ട് വിഷ്വലൈസ്ഡ്, കുട്ടിക്ക് യൂട്രസ് കാണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളാകെ തകർന്നു പോയി. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് മനസ്സിലാകും ആ ഒരവസ്ഥ, ഒരമ്മ ഇങ്ങനെ കടന്നു പോകുമെന്നുള്ളത്. കാരണം എൻ്റെ മകളുടെ മുന്നിലോട്ടുള്ള ജീവിതം ഇനി എവിടെ നിന്ന് പോകും എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങളാകെ തകർന്നൊരു സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന വണ്ണം നമുക്കൊരു MRI കൂടി എടുത്ത് നോക്കാം, അതിൽ യാതൊരു നമുക്ക് കുഴപ്പങ്ങളും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം എന്നൊരു ആശ്വാസം ഡോക്ടർ തന്നു. അങ്ങനെ ഞങ്ങൾ MRIക്കായി തയ്യാറായി. പക്ഷേ അന്ന് സാറ്റർഡേ ആയിരുന്നു, പിറ്റേ ദിവസം സൺഡേ, ഒരു ദിവസം കാത്തിരിക്കണമായിരുന്നു. ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും വെയിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞങ്ങളൊട്ടും. പക്ഷേ ഞാനന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിരുന്നു, മാതാവേ അത്ഭുതം സംഭവിക്കണേ, എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ, എങ്കിൽ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു അടയാളം കാണിച്ചു തരണം, കാരണം മൺഡേ വരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്കില്ല, അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ അമ്മ എനിക്ക് എന്തെങ്കിലും ആശ്വാസത്തിനൊരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ, മോള് സൺഡേ ക്ലാസ്സിൽ പോകാനായിട്ട് പോയ സമയത്ത് അവൾക്ക് എല്ലാ ദിവസവും എല്ലാ സൺഡേസിലും വചനം പഠിച്ചിട്ട് പോകണമായിരുന്നു. അപ്പോൾ അന്ന് മോൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ വചനം സമയം പോയി, അപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞതാ, ഞാൻ വേഗം പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാരില്ല, ഇന്നിപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ ഒത്തിരി നിർബന്ധിച്ചു, ഞാൻ വേഗം പഠിച്ചെടുക്കാം, അമ്മ വേഗം ഒന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്തു, വചനം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു, മത്തായി 15:28. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യം പ്രാപിച്ചു. ഈ ഒരു വചനമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഉറച്ചു വിശ്വസിച്ചു, മാതാവ് എന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്, അടയാളം കാണിച്ചു തരുന്നുണ്ടെന്ന്. അങ്ങനെ മൺഡേ ഞങ്ങൾ MRI സ്കാന് ചെന്നു. മോൾക്ക് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കാശ് രൂപം കൊടുക്കാനായിട്ട് അവരാദ്യം സമ്മതിച്ചില്ല. അപ്പം ഞാൻ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, മാഡം കൂടെ കയറിക്കോളൂ, മോള് ചെറുതല്ലേ, അപ്പോൾ പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ MRI റൂമിൽ കയറി. അവിടെ നിന്ന് ഞാൻ ആരെയും നോക്കിയില്ല, അപ്പുറത്തൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഞാനതൊന്നും വകവച്ചില്ല. ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ കൈ വിരിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ദൈവകുമാരന് ഗർഭം ധരിച്ച ഭാഗ്യവതിയാണ്, അപ്പം എൻ്റെ കുഞ്ഞിനും അതിനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസ്തമായിട്ട് പ്രാർത്ഥിച്ചു, സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് കാശ് രൂപം വെച്ച കൈവെള്ളയിൽ ചെറിയൊരു ചൂട്, ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തന്നെ ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം എനിക്ക് ഉറപ്പായി എന്തോ സൗഖ്യം മോൾക്ക് ലഭിക്കുന്നുണ്ട്, യാതൊരു കുറവും കൂടാതെ റിസൾട്ട് വരും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, റിസൾട്ട് വരുമ്പോൾ എനിക്ക് വേറൊന്നും കാണണ്ട, എനിക്ക്
മോളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു യൂട്രസ് കുഞ്ഞിനുണ്ടാവണം എന്നൊരു റിസൾട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മോളുടെ സ്കാനിങ് കഴിഞ്ഞു. റിസൾട്ട് ഒത്തിരി ലേറ്റ് ആകുമെന്ന് അവർ അറിയിച്ചു. അപ്പോഴും ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ചു, എനിക്ക് പറ്റില്ല, എനിക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മാതാവേ എന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതം, 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഇപ്പം തന്നെ റിസൾട്ട് ആകുമെന്ന് പറഞ്ഞു. ഞാനാണ് റിസൾട്ട് വായിച്ചത്. ഞാൻ എന്താണോ മാതാവിനോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് ആ റിസൾട്ടിലും എഴുതി കാണിച്ചത്. യൂട്രസ് ഈസ് നോർമൽ ഫോർ ഏജ്. ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള യൂട്രസ് കുട്ടിക്കുണ്ട്. യാതൊരുവിധ കുഴപ്പങ്ങളില്ല. ഓവറി നോർമലാണ്. എല്ലാ രീതിയിലും ഹെൽത്തി ആയിട്ടുള്ള എല്ലാം എൻ്റെ കുഞ്ഞിനുണ്ട്. യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ 2 ദിവസം ഉള്ളിൽ തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ മുൻപിൽ കുഞ്ഞുമായി വന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവും വന്ന് കൂടെ വന്നു. അതും എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ വിശ്വാസമൊന്നും ഇങ്ങനെ വരാനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നു, ഈ നടയിൽ വന്നിരുന്ന് മുട്ടുകുത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അടുത്ത 2ാമത്തെ പുതുക്കലിന് ഞാൻ ഒരു അധ്യാപികയാണ്. 2020 LPST പോസ്റ്റിൽ കയറിയതാണ്. 4 വർഷമായിട്ട് ഭിന്നശേഷിയുടെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് നിയമനങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളൊരു സമയം കൂടിയായിരുന്നു അത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഡിസംബറിനുള്ളിൽ, അതായത് 2023 ഡിസംബറിനുള്ളിൽ എൻ്റെ അപ്പോയിൻമെൻറ്റിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണേ മാതാവേ, ഇനിയും കൂടുതലായിട്ട് പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ എല്ലാവരോടും ഉറച്ചു പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകും, എനിക്കത് ഉറപ്പാണ് എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു. പക്ഷേ അപ്പോയിൻമെൻറ്റ് എടുത്ത് തുടങ്ങിയെന്നറിഞ്ഞെങ്കിലും ഡിസംബർ 30 കഴിഞ്ഞിട്ടും പാസ്സായെന്നോ അങ്ങനെ യാതൊരുവിധ വിവരവും നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ 1-2 പേരെങ്കിലും ചെറിയതായിട്ട് കളിയാക്കാനായിട്ട് ഇടയായി. അപ്പോഴും ഞാൻ ഓർത്തു വെച്ചോ, എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം മാതാവ് ഞാൻ കാരണം ഒരു മോശപ്പേര് വന്നോ എന്ന് ചിലപ്പോൾ എൻ്റെ തെറ്റുകളോ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വരുത്തിയ വീഴ്ചകളോ കൊണ്ടായിരിക്കാം എന്നെനിക്ക് വിഷമം തോന്നി. അത് കഴിഞ്ഞ് ഫെബ്രുവരി 12-നാണ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായി ആ വിവരം ഞങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞ് സാലറിയുമായി ബന്ധപ്പെട്ട് ചില പേപ്പർ വർക്ക്സ് നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ എമൗണ്ടും PF പോയെങ്കിലും ചെറിയൊരു തുക നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ 3 ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഒരുമിച്ച് പാസ്സായത്. അപ്പോൾ അതിൽ എൻ്റെ മാത്രം കിട്ടിയ എമൗണ്ടിൽ ചെറിയൊരു കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് കുറച്ച് നേരത്തെ പാസ്സായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി ആകാംക്ഷ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്നാണ് പാസ്സായതെന്ന് പറയാമോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഡിസംബറിനുള്ളിൽ തന്നെ ടീച്ചറുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ സാലറിയുടെ ചില പേപ്പർ വർക്ക്സുകളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും കുറച്ച് നീണ്ടുപോയത് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചു. അവിടെയും മാതാവ് എൻ്റെ മകളെപ്പോലെ തന്നെ എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തി. പിന്നെ ഞാൻ 2ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഡേറ്റ് ഇട്ട്, എനിക്ക് 2 ഡേറ്റ് മനസ്സിലേക്ക്, എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത് കൃത്യമായൊരു അറിവുണ്ടായില്ല. പക്ഷേ ഞാൻ ആ ഉടമ്പടി എഴുതുന്ന സമയത്ത് 2 ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഡിസംബർ 7, ഡിസംബർ 11. 7 എനിക്കറിയാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാളാണ്. പക്ഷേ ഡിസംബർ 11 എന്തുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നറിയില്ല. അപ്പോൾ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വരുത്തണേ. കാരണം ആ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയോ ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അത് ഞങ്ങളുടെ ഫാമിലിയിലും കൂടി എഫക്റ്റ് ചെയ്യാനായിട്ടൊരു കാരണമായി. വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഫാമിലി ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ചില പ്രശ്നങ്ങളും അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് എനിക്കിങ്ങനെ 2 ഡേറ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ അമ്മ തന്ന ഈ ഡേറ്റ് കാരണമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് അപ്പോയിൻമെൻറ്റ് ആ ദിവസങ്ങളിലൊക്കെ പാസ്സാകുമായിരിക്കും എന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിന് ഇതിനാണ് സംഭവിച്ചത്. ഡിസംബർ 7-ാം തീയതി ഒരു ഇഷ്യൂ വീട്ടിലുണ്ടായി. പക്ഷേ അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ ഡിസംബർ 11-ാം തീയതി ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ആ ഇഷ്യൂ സെറ്റിലായി എന്നുള്ളതാണ്. കാരണം അകന്നു പോകുമോ എന്ന് തോന്നിയൊരു സമയത്ത് നിന്നും ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളെ അടുപ്പിച്ചൊരു സമയം. അന്ന് മുതൽ ഞാൻ അനുഭവിച്ച മനസ്സമാധാനം ചെറുതൊന്നും ആയിരുന്നില്ല. ഒരുപാട് സന്തോഷങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, വലുതും ചെറുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഉടമ്പടി പൂർണ്ണമായും ഞാനത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുടക്കങ്ങളെല്ലാം ഞാൻ ഒത്തിരി നല്ല രീതിയിൽ ചെയ്തു. പിന്നെ എനിക്ക് കുറേ കുറവുകൾ വന്നു. പക്ഷേ അവിടെയും മാതാവ് എന്നെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ എന്നെ ചെറിയ ശിക്ഷകൾ നൽകി തിരിച്ചും മാതാവ് അതേ വഴിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത് കൃപാസനം പത്രം അയൽവക്ക വീടുകളിലും പിന്നെ സ്കൂളിലും പിന്നെ എന്തെങ്കിലും പാരൻസൊക്കെ സങ്കടം വന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അല്ലാതെ ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ കയ്യിൽ സാലറി ഇല്ലാതൊരു 4 വർഷം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ചെറിയൊരു തുക എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും കൂടിയായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ അന്നും ശ്രമിച്ചിരുന്നു. സാലറി പാസ്സായതിനു ശേഷം ഞങ്ങൾ 3 പേരും കൂടി പോയി അനാഥാലയങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വൃദ്ധസദനങ്ങളിലൊക്കെ ഞങ്ങൾ പൈസകൾ കൊടുക്കുമായിരുന്നു. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള ശുശ്രൂഷകൾക്കൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഇത്തരം രീതിയിലൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ആത്മീയമായ വളർച്ച ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ മരിയഭക്തിയാണ് ഞാൻ. എന്നെ അമ്മ അങ്ങനെ എന്തുണ്ടെങ്കിലും നീ മാതാവിനോട് ചോദിച്ചോ, മാതാവ് വഴി ഈശോ നടത്തി തരുമെന്ന് പറഞ്ഞ് ആ ഒരു വിശ്വസം ജപമാല കയ്യിലുണ്ടാകും. അപ്പോൾ പക്ഷേ കുടുംബ പ്രാർത്ഥന കുറേ മുടക്കം വന്നിരുന്നു. അതെല്ലാം കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ ആ സമയങ്ങളിലൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥന എത്തിക്കാനൊക്കെ സാധിച്ചിരുന്നു. അത് രാവിലെ എണീറ്റ് 5:30-ക്കൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കെല്ലാം മാതാവ് നടത്തുന്ന 5:30-ക്ക് എണീറ്റ് പ്രാർത്ഥന എത്തിക്കുന്നതിലൊന്നും ഒരു മുടക്കങ്ങളും ആ സമയങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൂടാതെ തന്നെ എനിക്ക് 2.5 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ബസ്സിന് യാത്രയുണ്ട്, 1 സൈഡ്. അപ്പോഴൊക്കെ വളരെ വിഷമിച്ചിങ്ങനെ ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ചും. പക്ഷെ പിന്നീട് എനിക്കതൊരു അനുഗ്രഹമായി മാറി. ഈ 2.5 മണിക്കൂറും ഞാൻ ജപമാല എത്തിച്ചും മാതാവിൻ്റെ നൊവേന കൂടിയും ദിവസവും കുർബാന കണ്ടും ഒക്കെ ഞാൻ അത് കാഴ്ചവെക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 2.5 മണിക്കൂർ എനിക്ക് തന്നൊരു കഷ്ടപ്പാടായിരുന്നില്ല, എന്നെ ആത്മീയമായി വളർത്താനായിട്ട് മാതാവിനെ ഒരുക്കിയതായിരുന്നു എന്നെനിക്ക് അതിലൂടെ എനിക്ക് ബോധ്യമായി. ഇപ്പോഴും സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുകയാണ് അമ്മയോട്.